ഈ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ തന്നെ എന്തെങ്കിലും അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാവും. ലൈക്ക് ഫോർ എക്സാമ്പിൾ, എനിക്ക് പഠിക്കണത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരീക്ഷയ്ക്ക് പഠിക്കണോ, ടീച്ചർ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണോ, അതോ പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കണോ, അതോ എന്നെ ഉമ്മ തല്ലിയാലോ എന്ന് വിചാരിച്ച് പഠിക്കണോ, ഞാൻ സ്ഥിരമായി പഠിക്കുന്ന സംഭവത്തിൽ നിന്ന് റൂട്ടീന് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് പഠിക്കണോ, അങ്ങനെ കുറേ ഇൻറ്റൻഷൻസ് ഉണ്ട്. സോ ദ ഇൻറ്റൻഷൻ യു വിൽ പിക്ക് വിൽ ബി അക്കോർഡിംഗ് ടു യുവർ പ്രയോറിറ്റി. ഇനി ഇതൊന്നും ഇല്ലാതെ നാച്ചുറലായിട്ടൊരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കുന്നു, പഠിച്ച കാര്യങ്ങൾ പരീക്ഷയിൽ ചോദിച്ചാൽ ഞാൻ പറയുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇൻറ്റൻഷൻ സെറ്റിംഗ് കറക്റ്റ് അല്ലേ? ഈ പറഞ്ഞ ബാക്കി ക്രൈറ്റീരിയാസ് ഒന്നും ഇല്ലെങ്കിലും ഐ വിൽ സ്റ്റഡി അല്ലേ? ഇത്രയേ ഉള്ളൂ ഇൻറ്റൻഷൻ സെറ്റിങ്ങിൻ്റെ ബിഹൈൻഡ് സ്റ്റോറി. യു ഷുഡ് ഹാവ് എ കോർ റീസൺ ടു വൈ ആൻഡ് പ്രയോറിറ്റൈസ് എ കോർ ബിലീഫ് ബിഹൈൻഡ് സെറ്റിംഗ് ആൻ ഇൻറ്റൻഷൻ. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഷുഡ് ബെനിഫിറ്റ് മീ ആസ് എ പേഴ്സൺ, ആസ് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് എ സ്പിരിച്വൽ പാർട്ട് ഓഫ് മീ വിച്ച് ഈസ് വെരി നാച്ചുറൽ പാർട്ട് ഓഫ് മീ. ഞാൻ പഠിക്കുന്ന കാര്യം ഏത് സമയത്ത് ചോദിച്ചാലും ഞാൻ അറിഞ്ഞ ഒരു കാര്യമാണ്. ആര് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കാൻ പാകത്തിന് എനിക്ക് പഠിക്കാൻ പറ്റുമ്പോഴാണ്, അല്ലെങ്കിൽ അറിയാൻ പറ്റുമ്പോഴാണ് ഞാനത് പഠിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയല്ലേ? അതല്ലാതെ പഠിക്കുന്നൊരു ഞാൻ ഇന്ന് പഠിച്ചു നാളെ മറന്നുപോയി, ഇന്ന് പഠിച്ചത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ മറന്നു. അങ്ങനെ പഠിച്ച ഒരു സംഗതി ഒരിക്കലും ഒരാൾ മറന്നുമില്ല. സ്വന്തത്തിന് വേണ്ടി പഠിച്ചത്, അറിയാൻ വേണ്ടി പഠിച്ച ഒരു കാര്യം ഒരിക്കലും മറന്നു പോവില്ല. അതങ്ങനെ തന്നെയാണ്. യു ക്യാൻ നോട്ട് ഫോർഗെറ്റ് സംതിങ് ദാറ്റ് യു try to learn on your own with enthusiasm and curiosity. So the point behind intention is to bring the curiosity and to bring that prioritizing learning for yourself, which is the most important reason why intention setting becomes important in a belief system. അപ്പോൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ബിലീഫ് സിസ്റ്റം എന്താണ്? ദ ഫസ്റ്റ് തിങ് കുഡ് ബി ഫോർ യു ആസ് എ പേഴ്സൺ, ഫോർ മൈ ഹെൽത്ത് ബെനിഫിറ്റ്, ഫോർ മൈ ഇമോഷണൽ ബെനിഫിറ്റ്, ഫോർ മൈ ഫിസിക്കൽ ബെനിഫിറ്റ്. വാട്ട് എവർ ബെനിഫിറ്റ് ഇസ് ഫോർ യു ആസ് എ പേഴ്സൺ ഫസ്റ്റ് തിങ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആളുകൾ എന്ത് വിചാരിക്കും, പിന്നെ ഇങ്ങനെ പഠിച്ചില്ലെങ്കിൽ ഇങ്ങനെ ആവില്ലേ, ഈ മാർക്ക് കിട്ടിയില്ലെങ്കിൽ ടീച്ചർ ചീത്ത പറയില്ലേ, ഇതൊക്കെ സെക്കൻഡറി ആണ്. ദ ഫസ്റ്റ് പ്രയോറിറ്റി ഷുഡ് ബി what is it giving you as a person individually. And another intention setting part is, എനിക്ക് വേണ്ടിയിട്ട് ഞാനിത് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഐ എം ആക്ച്വലി ഇൻക്രീസിങ് മൈ നോളജ് ബേസിസ് ഫോർ എ ബെറ്റർ പർപ്പസ്. നെക്സ്റ്റ് ടൈം ഐ സ്റ്റഡി സംതിങ് ഇറ്റ് വിൽ ബി കണക്റ്റഡ് ടു ദിസ് അല്ലേ? ഇപ്പോൾ ഒരു 1ാം ക്ലാസ്സിലെ കുട്ടി ഒരു കാര്യം പഠിച്ചു, ശരിക്കും പഠിച്ച കുട്ടിയാണെങ്കിൽ 2ാം ക്ലാസ്സിൽ പോകുമ്പോൾ ഹി വിൽ സ്റ്റഡി ദ നെക്സ്റ്റ് ലെവൽ ഓഫ് ഇറ്റ്. ഇനി പഠിക്കാത്ത കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യേണ്ടി വരും? ഹി ഹാസ് ടു ഗോ ബാക്ക് ടു ഫസ്റ്റ് ഗ്രേഡ്. അത് ആദ്യം പഠിച്ചിട്ട് വേണം സെക്കൻഡിലേക്ക് വരാൻ. കാരണം ഇറ്റ് ഈസ് എ കണ്ടിന്യൂവേഷൻ. മോസ്റ്റ് ഓഫ് ദ ടൈം വാട്ട് വി ഡു ഇസ്, കുട്ടിയെ ഇരുത്തി ട്യൂഷൻ ഇരുത്തി എഴുതി പഠിപ്പിച്ച് അതിൻ്റെ എവിടെ നിന്നാണോ റൂട്ട് കോസ് സ്റ്റാർട്ടായത് അത് പഠിക്കാതെ സെക്കൻഡ് ഗ്രേഡിൽ പോയിട്ട് സെക്കൻഡ് പോർഷൻ പഠിച്ച് മാർക്ക് വാങ്ങി പാസ്സാവുന്ന കുട്ടികളും ഉണ്ട്. സോ വേർ ഇസ് ദ പ്രോബ്ലം ലൈസ് ഇൻ ഫ്രം വേർ ഡിഡ് യു സ്റ്റാർട്ട്. ഏത് കാര്യത്തിനും യു ഷുഡ് നോ ഫ്രം വേർ ഡു യു സ്റ്റാർട്ട്. ആ ഇൻറ്റൻഷൻ ഓഫ് ലേണിംഗ് ഇറ്റ് സെൽഫ് ഇസ് ടു നോ from what is that first point of knowing something, to what point are you learning, ഇനി further what I can learn എന്നുള്ളതായിരിക്കണം ലേണിങ്ങിൻ്റെ പിന്നിലുള്ള ഇൻറ്റൻഷൻ ഫോർ ഹൂഎവർ ഇറ്റ് ഇസ്. അതൊരു കുട്ടിക്കാണെങ്കിലും ഒരു മദറിനാണെങ്കിലും ഒരു ടീച്ചറിനാണെങ്കിലും പ്രൊഫഷണലാണെങ്കിലും ആരാണെങ്കിലും the principle is the same, which means the essence of learning, the essence of an intention setting is the purpose behind it, for the purpose behind it or for the person itself. ആ പേഴ്സന് വേണ്ടിയിട്ടായിരിക്കണം. അപ്പോഴും ഇഫ് ഐ എം സെറ്റിംഗ് ആൻ ഇൻറ്റൻഷൻ ഫോർ എൻ്റെ സ്പെസിഫിക് ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഞാൻ പഠിക്കുന്നത് എനിക്ക് മാർക്ക് കിട്ടിയിട്ട് പിന്നെ മാർക്ക് ഫുള്ള് സ്കോർ ചെയ്യുക എന്നുള്ളത് മാത്രമാണെങ്കിൽ ഐ ഡോണ്ട് ഹാവ് ടു ആക്ച്വലി ഗോ ഫോർ ദ റൂട്ട് കോസ്. ഐ ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദ മോഡൽ പേപ്പേഴ്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയിട്ട് വരുന്ന സാധ്യതയുള്ള ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ച് വയ്ക്കുക, കാണാപ്പാഠം പഠിക്കുക, എന്തും ചെയ്യാം. പരീക്ഷ ഞാൻ നന്നായിട്ട് പാസ്സാകും. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നത്തിങ് വിൽ സ്റ്റേ ഇൻ മൈ മെമ്മറി ഫോർ എ ലോങ് ടൈം. ബിക്കോസ് എനിക്കതിൻ്റെ തലയോ അറിയില്ല വാലും അറിയില്ല, ഇടയിലുള്ള എന്തൊക്കെയോ അറിയാം. ആൻഡ് ദെൻ ഐ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കണക്ട് the start point and the end point and whatever comes in between, full confusion. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രോപ്പർ ഇൻറ്റൻഷൻ സെറ്റിംഗ് ഫോർ എനി പേർപ്പസ്, നോട്ട് ജസ്റ്റ് ലേണിംഗ്
for any purpose in a person's life, which is called being spiritual. Be accustomed to learn the core of the person for the benefit of the core of the person, not for the things around him. ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് വേണ്ടിയിട്ടാണോ സെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ ഇൻറ്റൻഷൻ്റെ ഡ്യൂറേഷൻ കഴിയുമോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ പഠിക്കുന്ന കാര്യം തന്നെ എടുക്കുക. ഏറ്റവും ഈസിയസ്റ്റ് എക്സാമ്പിൾ, ഞാനൊരു കാര്യം പഠിക്കാൻ തീരുമാനിക്കുമ്പോൾ why am I learning this, for whom I am learning, what kind of benefit is it going to give me. അപ്പോൾ നമ്മൾ കുട്ടികൾ ചോദിക്കും, ഈ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സോഷ്യലും എല്ലാം കൂടെ പഠിച്ചിട്ട് എനിക്കെന്തിനാണ്. സോ ദ പോയിന്റ് ഇസ് ടു ലെറ്റ് ദം നോ ഹൗ ദീ സബ്ജക്ട്സ് കണക്ട് ദിസ് വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫിസിക്സ് പറയുമ്പോൾ യു ഷുഡ് ട്രൈ ടു ലെറ്റ് ദ ചൈൽഡ് അണ്ടർസ്റ്റാൻഡ്, നീ കാണുന്ന ലൈറ്റും നീ കാണുന്ന ഫാനും കറങ്ങുന്നത് എങ്ങനെയൊക്കെയാണ് എന്നാണ് ഫിസിക്സിൽ പഠിപ്പിക്കുന്നത്. കെമിസ്ട്രി പഠിക്കുമ്പോൾ യു ക്യാൻ ടെൽ ദം, ഈ കാണുന്നതിൻ്റെ ഒക്കെ പിന്നിൽ കാണാൻ പറ്റാത്ത കുറേ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ റിസൾട്ട്സാണ് നീ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ദർ ഇസ് എ ക്യൂരിയോസിറ്റി ലെവൽ ദർ. ബയോളജി പറയുമ്പം it is very easy to understand that you are learning about living things and non-living things and how the living body works, which is normal for someone to understand that നമുക്ക് ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങളൊന്നും കാണാൻ പറ്റൂല എന്നുള്ളത്. So somewhere the child is learning what is seen and what is not seen at the same time. പക്ഷെ when it comes to a belief system, we are not able to believe that we are seeing something and we are not seeing something in a belief system as well. അപ്പോൾ ഒരു ചില കാര്യങ്ങൾ നമുക്ക് കോൺഫിഡൻസ് ഇല്ല. നമുക്ക് കോൺഫിഡൻസ് എങ്ങനെ ബിൽഡ് ചെയ്യാൻ ചോദിച്ചാൽ വിത്ത് വാട്ട് എവർ യു സീ ആൻഡ് വാട്ട് യു വോണ്ട് ടു പെർഫോം ഇൻ ദ റിയൽ വേൾഡ്. നമ്മൾ പറയും ഇങ്ങനെ പഠിച്ച് എക്സാം എഴുതാനാണെങ്കിൽ പറയും പഠിച്ചിട്ട് പോയാൽ മതി, കറക്റ്റായിട്ട് പഠിച്ചാൽ കോൺഫിഡൻസോട് കൂടിയിട്ട് എഴുതാൻ പറ്റും. പക്ഷേ ഈ പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് പല സമയങ്ങളിലും കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ വരാറുണ്ട്. ഹൗ ദേ ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പീപ്പിൾ സിറ്റിംഗ് നെക്സ്റ്റ് ടു ദെം, ഓർ മേ ബി അവർ പോകുന്ന വഴിക്ക് കണ്ട എന്തെങ്കിലും ആയിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ അവരെ പെർഫോമൻസിനെ അത് ബാധിക്കും. ആൻഡ് വാട്ട് ഹെൽപ്സ് ദെം ഇൻ ദോസ് മൊമെൻറ്റ്സ് വിൽ ബി ദെയർ കോർ ബിലീഫ് സിസ്റ്റം ഓഫ് ദ തോട്ട് ദാറ്റ് എന്തൊക്കെയാണെങ്കിലും ഞാൻ പഠിച്ചതും ഞാൻ അറിഞ്ഞതും എന്നെ സൃഷ്ടിച്ച അല്ലെങ്കിൽ എൻ്റെ ഓർമ്മശക്തിയെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവിൻ്റെ ഓർമ്മയിലും സ്മരണയിലും ഇരുന്നിട്ടാണ് ഞാനത് പഠിച്ചതെങ്കിൽ ഹീ വിൽ ഹെൽപ്പ് മീ ഇൻ എനി ടൈം ഓഫ് കയോസ് എന്നുള്ള ബിലീഫ് സിസ്റ്റത്തിൽ ഇരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ എഴുതാനിരിക്കുന്ന സമയത്ത് നത്തിങ് വിൽ എഫക്റ്റ്. അതൊരു അനദർ വേ ഓഫ് അപ്രോച്ചാണ് ഫോർ ദാറ്റ് പേഴ്സൺ ടു പെർഫോം എ പെർഫോമൻസ്. അപ്പോൾ രണ്ട് രീതിയിൽ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാം. either you can prioritize the material way of doing a goal setting, and second way is prioritizing ഈ ഗോൾ സെറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ എനിക്ക് കഴിവ് തന്ന ഒരു സൃഷ്ടാവിൻ്റെ അണ്ടറിലാണ്, നിരീക്ഷണത്തിലാണ്, സർവൈലൻസിലാണ് ഞാൻ ഇരിക്കുന്നതെന്നും ഞാൻ പെർഫോം ചെയ്യുന്നതെന്നും ആൻഡ് ഹീ ഈസ് കേപ്പബിൾ ഓഫ് ഗിവിങ് മീ എനി റിസൾട്ട് ഔട്ട് ഓഫ് ഇറ്റ് എന്നുള്ള ബിലീഫിലും കൂടി ഇരിക്കുകയാണെങ്കിൽ മൈ പെർഫോമൻസ് ലെവൽ ആൻഡ് മൈ കോൺഫിഡൻസ് ലെവൽ വിൽ ബി നെക്സ്റ്റ് ലെവൽ. ഇത് ഈ രീതിയിൽ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. യു കെ നോട്ട് ആക്ച്വലി എക്സ്പ്ലെയിൻ ദിസ് കൈൻഡ് ഓഫ് ഇൻറ്റൻഷൻ സെറ്റിംഗ് ആൻഡ് ദിസ് കൈൻഡ് ഓഫ് റിസൾട്ട്സ് ദറ്റ് ക്യാൻ കം ആഫ്റ്റർ ഇറ്റ്. അത് എക്സ്പീരിയൻഷ്യലി പോകേണ്ട ഒരു സംഗതിയാണ്. സോ വി ഹാവ് ടു ഡെലിബറേറ്റ്ലി set an intention for any little and big things and try it out in our life. And that is exactly what 40 days of our journey is trying to make people understand and make people implement in their lives and see how it works for them. So it's an experiential learning. So this is what read spiritually, read naturally is all about. നമ്മളുടെ പേഴ്സണൽ സെൽഫിന് വേണ്ടിയിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ ലേണിംഗ് അല്ലാത്ത എന്ത് കാര്യമാണെങ്കിലും സെൽഫിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോഴാണ് വി ഫോക്കസ് മോർ. അങ്ങനെയല്ലേ? ഉമ്മാക്ക് വേണ്ടി, പേരൻസിന് വേണ്ടി, ടീച്ചേഴ്സിന് വേണ്ടി പഠിക്കാമെന്ന് പറഞ്ഞാൽ പോലും ഐദർ ദേ ഹാവ് ടു ബി വെരി ഡിയർ ടു യു അല്ലേ, ഓർ ദേ ഹാവ് ടു ഹാവ് എ സീരിയസ് ഇൻഫ്ലുവൻസ് ഓൺ യു ഇൻ എനി വേ, മേ ബി ഇൻ എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് വേ. ചിലപ്പോൾ തല്ല് പേടിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ സ്നേഹം പോകുമെന്ന് പേടിച്ചിട്ടും ആയിരിക്കാം. സോ യു ഹാവ് an influence on something that you are believing in for you to persuade you to do that particular job with your intention becomes the persuasion from somewhere. So idonnu illade if you are sitting normal like a normal human being and naturally setting your intention with your
ക്രിയേറ്റർ ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ആർക്കും വേണ്ടിയിട്ടുമല്ല. മൈ ക്രിയേറ്റർ ഹാസ് created me in the best of my way, and I'm going to use all my skills to learn something new, and that is going to benefit me more than anybody എന്നുള്ളൊരു ഇൻറ്റൻഷനിലാണ് ഞാൻ പഠിക്കാനിരിക്കുന്നതെങ്കിൽ ദാറ്റ് വർക്ക്സ് ഡിഫറെൻ്റ്ലി അല്ലേ, അങ്ങനെയല്ലേ? സോ ദാറ്റ്സ് വാട്ട് ഇൻറ്റൻഷൻ സെറ്റിംഗ് ഈസ് ഓൾ അബൌട്ട്. ആക്ഷൻ ഈസ് അക്കോർഡിംഗ് ടു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഇന്നമൽ അമാലു ബിൻ നിയാത്ത് എന്ന പ്രോഫറ്റിക് വേഴ്സ് പറയുന്നതും സ്പീക്സ് അബൌട്ട് ഇൻറ്റൻഷൻ. ഒരു കാര്യം ചെയ്യാൻ വിചാരിക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാവും എന്നുള്ളത്. കാരണം സെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അണ്ടർസ്റ്റുഡാണ്, ഒരു കാരണം ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒരു തോട്ടെങ്കിലും അതിൻ്റെ പിന്നിൽ പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. 2 ടൈപ്പിൽ നമുക്കിതിനെ കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന്, ഈ ഇൻറ്റൻഷൻ ഫിസിക്കൽ റിയാലിറ്റിയിൽ ഉണ്ടാക്കുന്ന ഒരു ഫിസിക്കൽ എഫക്റ്റ്. രണ്ടാമത്തത് അൺസീൻ ആയിട്ടുള്ള, കാണാൻ കഴിയാത്ത നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന അതിന് വേണ്ടിയിട്ടുള്ളൊരു കാരണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, എനിക്ക് ഒരു പ്രൊഫഷണൽ ആവണം. അപ്പോൾ പ്രൊഫഷണൽ ആവണമെങ്കിൽ ഞാൻ നന്നായിട്ട് പഠിക്കണം, അതിന് വേണ്ട ഡിഗ്രീസും ക്വാളിഫിക്കേഷൻസും ഒക്കെ എടുക്കണം. ഓക്കെ, അഗെയിൻ ഇഫ് മൈ ഇൻറ്റൻഷൻ ഇസ് ഐ വോണ്ട് ടു ബി എ വെരി പ്രോമിനൻറ്റ് ക്വാളിറ്റി പ്രൊഫഷണൽ ആണെങ്കിൽ ക്വാളിറ്റി കോളേജസിൽ നിന്ന് പഠിച്ചിറങ്ങണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വൈ എന്ന് ചോദിച്ചു വരുമ്പോൾ അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാവും. the core unseen yours only സ്പിരിച്വൽ കാരണം. അതായത് എൻ്റെ മാത്രമായിട്ടുള്ളൊരു കാരണം ഉണ്ടാവും, ഫിസിക്കൽ റിയാലിറ്റിക്ക് വേണ്ടിയിട്ടൊരു കാരണം ഉണ്ടാവും. എൻ്റെ മാത്രം കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് സൊസൈറ്റിയിൽ ഒരു സ്റ്റേറ്റസ് സിമ്പിൾ ആവാനും ഒരു പ്രൊഫഷണൽ സൊസൈറ്റിയുടെ ഒരു ഭാഗമാവാനും ഉള്ള ആഗ്രഹമാണെങ്കിൽ ദാറ്റ് വിൽ ബി യുവർ പേഴ്സണൽ നിയ ഓർ ഇൻറ്റൻഷൻ. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് എന്താണോ ദാറ്റ് വിൽ ബി യുവർ എക്സ്റ്റേണൽ ഇൻറ്റൻഷൻ. അപ്പോൾ ഏതാണ് യുവർ ഇൻറ്റേർണൽ ഇൻറ്റൻഷൻ ഈസ് യുവർ സോൾ ഇൻറ്റൻഷൻ ഓർ സംതിങ് ദാറ്റ് ഡ്രൈവ്സ് യു ടു ഡു ദാറ്റ് ആക്ഷൻ വിത്തൗട്ട് ഫെയിൽ ഓർ വിത്ത് ഇൻ എ ഫ്ലോ. അപ്പോൾ സ്പിരിച്വൽ വിസ്ഡം ഈസ് സംതിങ് ദാറ്റ് വിൽ ഡ്രൈവ് യു ഓർ മോട്ടിവേറ്റ് യു to continuously work for that purpose or for that physical reality that you're wanting to achieve എന്നുള്ളതാണ്. ഇനി ഇൻറ്റൻഷൻസ് പ്യുവർ ഇൻറ്റൻഷൻസ് ആവണമെന്നാണ് പറയുക. ഇന്നൽ അമാലു ബിൻ നിയാത്ത് എന്ന് പറയുന്ന ആ ഒരു വേഴ്സിൽ പറയുന്നത് ഇൻറ്റൻഷൻസ് പ്യുവർ ആയിരിക്കണമെന്ന് പറയുമ്പോൾ പ്യുവറസ്റ്റ് ഫോം ഓഫ് ഇൻറ്റൻഷൻ ഈസ് ഓൾവേസ് ദ വൺ ദാറ്റ് അലൈൻസ് വിത്ത് യുവർ പ്യുവറസ്റ്റ് സോഴ്സ് ഓർ പ്യുവറസ്റ്റ് കോർ ഓർ എസെൻസ്, വിച്ച് മീൻസ് നമ്മളെ ക്രിയേറ്റ് ചെയ്ത ക്രിയേറ്റർ ഈ ഉദ്ദേശം തന്നത് എന്തിനാണോ അത് നിറവേറ്റാനുള്ള ഒരു പേർപ്പസിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് സെറ്റ് ചെയ്യുന്ന ഇൻറ്റൻഷൻ ആയിരിക്കും ഒരു പ്യുവർ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. ഹൗ ഡു യു റെക്കഗ്നൈസ് ദാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എൻ എക്സ്പീരിയൻഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ കണ്ടിന്യൂസ് സീരീസ് ഓഫ് ഇൻറ്റൻഷണൽ ലിവിങ്. അപ്പോൾ ഇൻറ്റൻഷണൽ ലിവിങ് എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കേണ്ട ഒരു കാര്യമല്ല. ഒരു സീരീസിൽ സംഭവിച്ചതിന് ശേഷം എൻ്റെ സോൾ അലൈൻഡ് ആയിട്ടുള്ള എന്താണെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കുന്ന, ഞാൻ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് എനിക്ക് ബോധ്യപ്പെടുന്ന ഒരു വേ ഉണ്ട്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഒരു ലേണിംഗ് ഉണ്ട്, ഒരു നോയിങ് ഉണ്ട്. അപ്പോൾ മാത്രമേ ഒരു സ്പിരിച്വൽ വിസ്ഡം സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള സോൾ പർപ്പസിലേക്ക് നമ്മളെ നയിക്കുള്ളൂ എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ.